എല്ലാവർക്കും നമസ്കാരം. എസ് സി വിഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പലരും പറയുന്നൊരു പ്രശ്നമാണ്, ചപ്പാത്തി മേക്കറിൽ വാങ്ങിച്ചിട്ട് ചപ്പാത്തി മേക്കർ കൊണ്ടൊരു ഉപയോഗമില്ലാതായിപ്പോയി, അത് കറക്റ്റായിട്ട് പരക്കുന്നില്ല, ചുട്ടുവിട്ട് വരുന്നില്ല, പുള്ളി പോകുകയാണ്, പല കംപ്ലൈൻറ്റുകൾ. അപ്പോൾ ഈ ചപ്പാത്തി മേക്കറിൽ മാവ് കുഴയ്ക്കുന്നതും വെക്കുന്നതും തമ്മിലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യം നല്ലതുപോലെ ഈ ഒരു ഉപകരണം ഫ്രീ ഹീറ്റ് ചെയ്യുക, അതായത് ചൂട് മാക്സിമം കൂട്ടിയിട്ടിട്ട് ഇത് നല്ലോണം ചൂടായ ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. അതിനുശേഷം ചൂട് പകുതിയാക്കി വെക്കുക. അതിനുശേഷം നല്ലതുപോലെ ഉൾവശമൊക്കെ തുടച്ച് കളയാം. അതിനുശേഷം നല്ലതുപോലെ എന്ത് ചെയ്യുക, പൊടി കുഴയ്ക്കുക. പൊടി വെള്ളം അധികമാകാൻ പാടില്ല, വെള്ളം അധികമാകാതെ കൊടുക്കണം. കാരണം ബൗളിൽ അവിടെ എവിടെയും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ലേശം അധികമാണ് തന്നെ അർത്ഥം. ബൗളിൽ പറ്റി പിടിക്കാതെ തന്നെ വൃത്തിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ മാവ് കുഴഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ആ ഒരു ഇത് പൊടി മാവായ ശേഷം കുഴച്ച ശേഷം അത് ചപ്പാത്തിപ്പൊടി കുഴച്ച ശേഷം ചെറു ബോളുകളാക്കി പരത്തുക. ചെറിയ ബോളുകളാകുമ്പോൾ കറക്റ്റായിട്ട് ബോളായിട്ട് ആക്കരുത്, കുറച്ച് പരത്തിയ ശേഷം കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം ചപ്പാത്തി മേക്കറിൽ വെക്കുക. ചപ്പാത്തി മേക്കറിലെ നടുക്കല്ല വെക്കേണ്ടത്, അഗ്രഭാഗത്ത്, ഈ വീഡിയോ കാണുമ്പോൾ അങ്ങേ സൈഡിൽ അഗ്രഭാഗത്താണ് വെക്കേണ്ടത്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വട്ടത്തിൽ അത് പരന്ന് വരികയുള്ളൂ. അങ്ങനെ ശേഷം അത് വെച്ച ശേഷം എന്നിട്ട് പരക്കുന്നില്ലെങ്കിൽ, പരപ്പിന് റൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ പൊടി കൂട്ടി, അതായത് മാവിൻ്റെ കട്ടി കൂട്ടിയ ശേഷം വീണ്ടും ബോളുകളാക്കി ദീർഘവൃത്താകൃതിയിൽ ചെറുതായിട്ട് ഒന്ന് പരത്തിയ ശേഷം വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വട്ടം മാത്രമേ ഇത് പ്രസ് ചെയ്യാവുള്ളൂ. പ്രസ് ചെയ്ത് പിടിക്കരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഒരു 5-3 സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പരന്നോളൂ. അതിനുശേഷം വേഗം ഇത് ഓപ്പൺ ആക്കുക, പ്രസ് ചെയ്ത് പിടിക്കരുത്. പരന്ന ശേഷം വേഗം കൊണ്ട് ഓപ്പൺ ആക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് വേവിക്കുക വേണ്ടത്. അപ്പോൾ വെന്ത് വന്ന ശേഷം, അതായത് പൊള്ളി ഇങ്ങനെ പൊന്തി വരുന്ന ശേഷം മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ മറ്റേ മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ മറ്റേ അഗ്രം മെല്ലെ അടച്ചു കൊടുക്കുക. എന്നപ്പോൾ ഇങ്ങനെ ആ ഒരു ഈ വീഡിയോ കാണിക്കുന്നുണ്ട്, ഈ ആ ഒരു ഇതെന്ത് ചെയ്യും, കറക്റ്റായിട്ട് പൊന്തി വരും, അതായത് ചപ്പാത്തി കറക്റ്റായിട്ട് പൊന്തി വരും. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കണ്ടില്ലേ, ഇത് 2 തവണയോ 3 തവണയോ പരത്തിയുണ്ട്, ഇതേപോലെ വീണ്ടും വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒറ്റ തവണ മാത്രമേ പ്രസ് ചെയ്യാവുള്ളൂ. അതിനുശേഷം തിരിച്ചും മറിച്ചു വിട്ട് വേവിക്കുക. ഇങ്ങനെ പൊന്തി വരുമ്പോൾ, ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് മാത്രം ജസ്റ്റ് മുകളിൽ നിന്ന് മെല്ലെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പം കറക്റ്റായിട്ട് പൊന്തി വരും. അപ്പോൾ ഇതാണ് ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ല വൃത്തിക്ക് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, വേസ്റ്റ് അല്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.